നക്ഷത്രമണ്ഡലത്തിലെ രണ്ടാമത്തെ നക്ഷത്രവും ശുക്രന്റെ സ്വാധീന വലയത്തിൽ നിൽക്കുന്നതുമായ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം 2026 ഏപ്രിൽ മാസം കേവലം ഒരു കലണ്ടർ മാറ്റം എന്നതിലുപരി നിങ്ങളുടെ ജീവിതത്തിലെ ചില സുപ്രധാന അധ്യായങ്ങളുടെ തുടക്കമോ ഒടുക്കമോ ആയി മാറാവുന്ന ഒരു കാലഘട്ടമാണ്. സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും പ്രതീകമായ ഭരണി നക്ഷത്രക്കാർക്ക് എന്നും ജീവിതം ഒരു പോരാട്ട ഭൂമിയാണ്. എന്നാൽ ആ പോരാട്ടങ്ങളിൽ പതറാതെ മുന്നേറാനുള്ള കരുത്ത് നിങ്ങൾക്ക് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുണ്ട്. 2026 ഏപ്രിൽ മാസം പിറക്കുമ്പോൾ ലോകം മുഴുവൻ പുതിയ സാമ്പത്തിക സാമൂഹിക ക്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ മാറ്റങ്ങൾ ഭരണി നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നത് വളരെ കൗതുകകരവും ഒപ്പം ജാഗ്രതയോടെ നോക്കിക്കാണേണ്ടതുമായ ഒന്നാണ്. നിങ്ങളുടെ രാശാധിപനായ ചൊവ്വയുടെയും നക്ഷത്രാധിപനായ ശുക്രന്റെയും ഗുണഗണങ്ങൾ ഒത്തുചേരുന്ന ഈ സമയത്ത് ആത്മവിശ്വാസവും സൗന്ദര്യബോധവും ഒരേപോലെ നിങ്ങളുടെ കൂടെയുണ്ടാകും. എങ്കിലും ഏപ്രിൽ മാസം പകുതിയോടെ സൂര്യൻ ഉച്ചസ്ഥായിയിലെത്തുന്ന മേടമാസ സംക്രമണം ഭരണി നക്ഷത്രക്കാർക്ക് നൽകുന്നത് വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ ഊർജ്ജസ്വലമാക്കാനുള്ള ഇന്ധനമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസം വിഷുവിന്റെ മാസമാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി വിഷുക്കണി കാണുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് പുതിയൊരു കവാടം തുറന്നു തരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസികമായ അസ്വസ്ഥതകൾക്കും തൊഴിൽപരമായ അനിശ്ചിതത്വങ്ങൾക്കും ഈ മാസം ശമനമുണ്ടാകും. എന്നാൽ അത് അത്ര എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നല്ല. കഠിനാധ്വാനവും കൃത്യമായ പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ ഈ മാസത്തെ അനുകൂലമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കൂ. ഭരണി നക്ഷത്രക്കാർ പൊതുവെ നേരിട്ട് സംസാരിക്കുന്നവരും സത്യസന്ധരുമാണ്. നിങ്ങളുടെ ഈ സ്വഭാവം ഈ മാസം ചിലർക്ക് നീരസമുണ്ടാക്കിയേക്കാം. എങ്കിലും നിങ്ങളുടെ കർമ്മബദ്ധത്തിൽ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന മാസമാണിത്. തൊഴിൽ രംഗത്തായാലും വ്യക്തിജീവിതത്തിലായാലും ക്ഷമ എന്ന വാക്കിന് ഈ മാസം വലിയ പ്രാധാന്യമുണ്ട്. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന് തോന്നുമ്പോഴും തളരാതെ നിൽക്കാൻ നിങ്ങളുടെ നക്ഷത്രവീര്യം നിങ്ങളെ സഹായിക്കും. ഈ മാസം നിങ്ങളുടെ ഊർജം എവിടെ ചിലവഴിക്കണമെന്നത് വളരെ പ്രധാനമാണ്. അനാവശ്യമായ തർക്കങ്ങളിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലും തലയിടുന്നത് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ കാരണമാകും. നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകളെ പുറത്തെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. കല, സാഹിത്യം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം വലിയ പ്ലാറ്റ്ഫോമുകൾ തുറന്നു കിട്ടും. ഈ മാസഫലത്തിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ഗ്രഹഗതികൾ നമുക്കൊരു സൂചനകൾ മാത്രമാണ് നൽകുന്നത്. ആ സൂചനകൾ ഉൾക്കൊണ്ട് വിവേകപൂർവ്വം പ്രവർത്തിക്കുക എന്നതാണ് ഒരു ബുദ്ധിമാനായ മനുഷ്യന്റെ ധർമ്മം. നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ കെടാതെ സൂക്ഷിക്കാനും അതേസമയം അത് മറ്റുള്ളവർക്ക് ദോഷകരമാകാതെ നിയന്ത്രിക്കാനും ഈ ഏപ്രിൽ മാസം നിങ്ങളെ പഠിപ്പിക്കും. സാമ്പത്തിക ഭദ്രത മുതൽ കുടുംബത്തിലെ ഐക്യം വരെ ഈ മാസം നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ തിരിച്ചറിയാനും പ്രതിസന്ധികളെ അതിജീവിക്കാനും ഈ പ്രവചനം നിങ്ങൾക്കൊരു വഴികാട്ടിയാകുമെന്ന് ഉറപ്പാണ്. 2026 ഏപ്രിൽ മാസം ഭരണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക നിലയിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ദൃശ്യമാകുന്നത്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചില അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളെ തേടി വരാം. ഇത് പ്രധാനമായും കുടുംബപരമായ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ വേണ്ടിയാകാം. അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്ന ശീലം ഈ മാസം നിയന്ത്രിക്കേണ്ടതുണ്ട്. നിക്ഷേപങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഊഹക്കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നവർക്ക് ഈ മാസം വലിയ ലാഭം പ്രതീക്ഷിക്കാനാവില്ല. ഏറെക്കാലമായി ലഭിക്കാതെ നിന്നിരുന്ന ചില തുകകൾ മാസത്തിന്റെ രണ്ടാം പകുതിയോടെ നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. ഇത് സാമ്പത്തികമായ ആശ്വാസം പകരും. പുതിയ വായ്പകൾ എടുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ജാമ്യം നിൽക്കുന്നതിനോ ഈ മാസം ഒട്ടും അനുകൂലമല്ല. കടബാധ്യതകൾ തീർക്കാൻ ഈ മാസം നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ പണമിടപാടുകളിൽ ഒരു തന്റേടം ഉണ്ടാകാറുണ്ടെങ്കിലും ഏപ്രിൽ മാസത്തിൽ സാമ്പത്തിക അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ അത് വർഷത്തിന്റെ ബാക്കി മാസങ്ങളെയും ബാധിച്ചേക്കാം. തൊഴിൽ രംഗത്ത് ഈ മാസം കഠിനാധ്വാനത്തിന്റേതാണ്. ഭരണി നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായുള്ള നേതൃഗുണം ഈ മാസം പരീക്ഷിക്കപ്പെടും. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഉചിതം. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ പ്രതിച്ഛായയെ ബാധിച്ചേക്കാം. സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചിരുന്നവർക്ക് മാസാവസാനത്തോടെ ശുഭവാർത്തകൾ ലഭിക്കാം. ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം ഇടത്തരം ബലമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശം തേടിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാം. തുറന്ന സംസാരത്തിലൂടെ അവ പരിഹരിക്കാൻ ശ്രമിക്കണം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കും ഈ മാസം ചില തടസ്സങ്ങൾ നേരിടാം. രേഖകളിലെ അപാകതകൾ പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധ നൽകണം. കല, മാധ്യമം, എഴുത്ത് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സർഗാത്മകത വർദ്ധിക്കുകയും പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയും ചെയ്യും. കുടുംബജീവിതത്തിൽ ഈ മാസം സമാധാനവും സ്വസ്ഥതയും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. ദമ്പതികൾക്കിടയിൽ ചെറിയ കാര്യങ്ങളെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. എങ്കിലും മാസത്തിന്റെ അവസാന വാരത്തിൽ പങ്കാളിയോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ സാധിക്കും. മക്കളുടെ കാര്യത്തിൽ ആശങ്കകൾ വർദ്ധിക്കാം. അവരുടെ പഠന കാര്യത്തിലോ പെരുമാറ്റത്തിലോ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. എന്നാൽ മാസാവസാനത്തോടെ മക്കളുടെ ഭാഗത്തു നിന്ന് അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടായേക്കാം.
മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമായിരിക്കും. കുടുംബപരമായ സ്വത്ത് തർക്കങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും. ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം മാനസികമായ സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗുണകരമാകും. ദിവസവും ചുരുങ്ങിയത് 15 മിനിറ്റെങ്കിലും ധ്യാനത്തിനായി മാറ്റിവെക്കുക. ഇത് മനസ്സിലെ ആകുലതകൾ അകറ്റാൻ സഹായിക്കും. നക്ഷത്ര ദേവതയായ യമധർമ്മരാജനെ പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. ഇത് മനസ്സിന് വലിയൊരു ആശ്വാസവും പോസിറ്റീവ് ഊർജ്ജവും നൽകും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഈ മാസം ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ പുണ്യമായിരിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഭരണി നക്ഷത്രക്കാർ ഏപ്രിൽ മാസത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അമിതമായ ജോലിഭാരവും കുടുംബപരമായ ചിന്തകളും ഉറക്കക്കുറവിനും മാനസിക പിരിമുറുക്കത്തിനും കാരണമായേക്കാം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ശ്രദ്ധിക്കുക. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചെറിയ പരിക്കുകൾ പറ്റാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിട്ടേക്കാം. അലസത ഒഴിവാക്കി കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കൂ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ പരിശീലനം ആവശ്യമാണ്. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുമെങ്കിലും അവരെ അന്ധമായി വിശ്വസിക്കരുത്. സുഹൃത്തുക്കൾ മുഖേന ചില സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വീടുപണി നടത്തുന്നവർക്ക് ചില സാമ്പത്തിക തടസ്സങ്ങൾ കാരണം പണി മന്ദഗതിയിലായേക്കാം. വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ആധാരവും മറ്റ് രേഖകളും കൃത്യമായി പരിശോധിക്കണം. 2026 ഏപ്രിൽ മാസം ഭരണി നക്ഷത്രക്കാർക്ക് ഒരു പരീക്ഷണ കാലഘട്ടമാണ്. എങ്കിലും നിങ്ങളുടെ സ്വതസിദ്ധമായ കഴിവും ധൈര്യവും ഉപയോഗിച്ച് ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. സാമ്പത്തിക അച്ചടക്കവും കുടുംബത്തിലെ വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടെങ്കിൽ ഈ മാസം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം നിയന്ത്രിക്കുക. വൈകാരികമായി എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നത് നിങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കും. യോഗ, പ്രാണായാമം എന്നിവ ശീലമാക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ഗുണകരമാണ്. മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതനുസരിച്ച് മുന്നോട്ട് പോവുക. അനുകൂല ദിവസങ്ങൾ നോക്കുമ്പോൾ ഏപ്രിൽ 4, 12, 13, 22, 26. ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ ഏപ്രിൽ 7, 16, 17, 25. ചിങ്ങം നവാംശത്തിൽ ഉൾപ്പെട്ട ഭരണി 1-ാം പാദക്കാർ ആത്മവിശ്വാസം കൂടുതലുള്ളവരായിരിക്കും. നേതൃത്വ ഗുണവും ധൈര്യവും ഇവരുടെ പ്രത്യേകതയാണ്. കന്നി നവാംശത്തിൽ ഉൾപ്പെട്ട ഭരണി 2-ാം പാദക്കാർ ബുദ്ധിശാലികളും പ്രായോഗികമായി ചിന്തിക്കുന്നവരുമായിരിക്കും. സേവന സന്നദ്ധത ഇവരിൽ കൂടുതലായി കാണാം. തുലാം നവാംശത്തിൽ ഉൾപ്പെട്ട ഭരണി 3-ാം പാദക്കാർ ശുക്രന്റെ സ്വാധീനത്തിൽ ഉൾപ്പെടുന്നവരാണ്. ഇവർക്ക് കലാവാസനയും സൗന്ദര്യബോധവും കൂടുതലായിരിക്കും. ഇവർ നല്ല നയതന്ത്രജ്ഞരായിരിക്കും. വൃശ്ചികൻ നവാംശത്തിൽ ഉൾപ്പെട്ട ഭരണി 4-ാം പാദക്കാർ അല്പം രഹസ്യാത്മകമായ സ്വഭാവമുള്ളവരാണ്. കഠിനാധ്വാനികളും ഏതു വെല്ലുവിളികളെയും നേരിടാൻ തയ്യാറുള്ളവരുമായിരിക്കും. ഈ ബലങ്ങൾ പൊതുവായ ഗ്രഹഗതികളെ ആസ്പദമാക്കിയുള്ളതാണ്. വ്യക്തികളുടെ ജാതകത്തിലെ ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം. വിശ്വസനീയമായ ഒരു ജ്യോതിഷിയെ കണ്ട് വ്യക്തിഗത ജാതകം പരിശോധിപ്പിക്കുന്നത് കൂടുതൽ കൃത്യത നൽകും.